നമസ്കാരം. പ്രധാന വാർത്തകൾ. കുടുംബശ്രീ ദേശീയ സരസ് മേള തൃത്താല ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും. രാജ്യത്തെ വിവിധ ഗ്രാമീണ വനിതാ സംരംഭകർ പങ്കെടുക്കുന്ന മേള ജനുവരി 11 വരെ. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കാർ യാത്രക്കാർക്ക് മുന്നിലൂടെ പാഞ്ഞ കടുവ കാറിനു കുറുകെ ചാടുന്ന ദൃശ്യം CCTV-യിൽ. ചാടിയത് കടുവയെന്ന് സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ദൃശ്യവും കാൽപ്പാടുകളും പരിശോധിച്ച് കെണി സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവം 6 പേർ അറസ്റ്റിൽ. അകലൂർ നാഗരിപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയാൻ മലയിൽ പ്രവർത്തനമാരംഭിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ജനകീയ സമിതി രൂപീകരിച്ചു. ജനുവരി 6-ന് ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് നടത്തും. വിള്ളൽ രൂപപ്പെട്ട തിരുവേഗപ്പുറ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ. 1 മാസത്തേക്ക് നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോടികൾ ചിലവഴിച്ച് നവീകരിച്ച കാഞ്ഞിരപ്പുഴ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചു. കാഞ്ഞിരം ജംഗ്ഷനിലാണ് റോഡ് അപകടകരമാം വിധം പൊളിച്ചത്. അടിയന്തരമായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തൃത്താല ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും ഉണ്ടായി. രാജ്യത്തെ വിവിധ ഗ്രാമീണ വനിതാ സംരംഭകർ പങ്കെടുക്കുന്ന മേള ജനുവരി 11 വരെ നീണ്ടുനിൽക്കും. വേദിയാകുന്ന മുലയംപറമ്പ് മൈതാനിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് ചാലിശ്ശേരി മുല്ലയംപറമ്പത്ത് മൈതാനിയിൽ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ഖദീജ മൻസിൽ പരിസരത്ത് നിന്നാരംഭിച്ച ഘോഷയാത്ര മന്ത്രി MP രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്രയുടെ മുൻനിരയിൽ മന്ത്രിയോടൊപ്പം സംഘാടക സമിതി അംഗങ്ങളും തൃത്താല ബ്ലോക്കിന് കീഴിലുള്ള 8 കുടുംബശ്രീ CDS യൂണിറ്റുകളിലെ പ്രതിനിധികളും നാട്ടുകാരും അണിനിരന്നു. കുടുംബശ്രീയുടെ കൂട്ടായ്മയും സ്ത്രീ ശാക്തീകരണത്തിന്റെ കരുത്തും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഘോഷയാത്ര. ദേശീയതലത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ വനിതാ സംരംഭകരെ ഒരുമിപ്പിക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയിൽ പ്രദർശന വിപണന മേള, ഫുഡ് കോർട്ട്, കലാപരിപാടികൾ എന്നിവ ജനുവരി 11 വരെ നടക്കും. ഘോഷയാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സരസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തനാട്ടുകര അമ്പലപ്പാറ റോഡിൽ മുണ്ടക്കുന്ന് ഭാഗത്ത് വെച്ച് കാർ യാത്രക്കാരന്റെ മുന്നിലൂടെ കടുവ ചാടി. കാപ്പുപറമ്പ് സ്വദേശി അലസൻപാട്ടിൽ സ്വാലിഹം കുടുംബവും എടത്തനാട്ടുകരയിലേക്ക് പോകും വഴി വ്യാഴാഴ്ച രാത്രി 7:30ഓടെയായിരുന്നു സംഭവം. കടുവ ചാടുന്ന ദൃശ്യം സമീപത്തെ വീട്ടിലെ CCTV-യിൽ പതിഞ്ഞു. ദൃശ്യവും കാൽപ്പാടുകളും പരിശോധിച്ച് കെണി സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. സ്വാലിഹും കുടുംബവും രാത്രി 7:30ഓടെ കാപ്പുപറമ്പിൽ നിന്നും എടത്തനാട്ടുകരയിലേക്ക് പോകും വഴിയാണ് റോഡിന്റെ വലതുവശത്തു നിന്നും കടുവ ഇടതുവശത്തേക്ക് ചാടിയത്. ഒറ്റ കുതിപ്പിൽ റോഡ് മുറിച്ചു കടക്കുന്നതും ദൃശ്യത്തിൽ കാണാം. കടുവയാണെന്നതിൽ സംശയമില്ല. തൊട്ടടുത്ത് വെച്ചാണ് താനും കുടുംബവും കണ്ടതെന്ന് സാലിഹ് പറഞ്ഞു. എൻ്റെ ഭാര്യയും കുട്ടികളും കൂടി കാറിൽ ഇന്നലെ ഇവിടുന്ന് കാപ്പുറമ്പെന്ന് നേരെ കോട്ടപ്പള്ള എടത്തനാട്ടുകരയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോണ വഴിയിൽ ഈ പാലത്തിൻ്റെ ഈ കാണുന്ന ചെറിയ പാലത്തിൻ്റെ തൊട്ടുമില്ല, അതായത് ഇവിടെ തന്നെ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇവിടുന്ന് നേരെ അപ്പുറത്തെ ഇതൊരു പാടമാണല്ലോ, ഈ പാടത്തു നിന്ന് നേരെ അപ്പുറത്തെ പാടത്തേക്കാണ് കുതിച്ച് ചാടിയത്. ഒരു വലിയ കടുവ തന്നെയാണ്.
അത്യാവശ്യം വലിയ കടുവ തന്നെയാണ് കണ്ടത്. ഞങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ കാറ് ഞങ്ങൾ കുറച്ചിങ്ങനെ അങ്ങോട്ട് എത്തി, ഞങ്ങൾ കുറച്ച് മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ആകെ ഷോക്കായി. അത് ചാടി കഴിഞ്ഞ ശേഷം അത് അപ്പുറത്തേക്കാണ് നിൽക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ വേഗം ഇവിടുന്നാണ് പോയത്. എന്നിട്ട് കുറച്ച് അപ്പുറത്തെത്തി ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് മറ്റുള്ളവരൊക്കെ വിളിച്ച് ഇവരെ അറിയിച്ചത്. ഏതായാലും ഭയങ്കര ഭീതിജനകമായിരുന്നു, പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു. കാരണം വെച്ചാൽ അതിങ്ങനെ അതിൻ്റെ ആ രൂപം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. അത് നല്ല വലുപ്പം, ആ വലുപ്പമുള്ള ആ കടുവ എന്നിട്ട് ചാടിയോട് കൂടി നമുക്ക് അത് മനസ്സിൽ നിന്ന് പോകണില്ല. കാരണം ഇത്രയും കാലം ഇവിടെ അങ്ങനെ വല്ലാതെ കേട്ടിട്ടില്ല. പക്ഷേ ഇതിൽ കൂടെ ഇങ്ങനെ പോയി എന്ന് കണ്ടപ്പോഴേ ഭാര്യയൊക്കെ രാത്രി ഇങ്ങനെ പേടിച്ചിട്ടിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വേവലാതിയായിരുന്നു. വനംവകുപ്പ് എത്തി പരിശോധന നടത്തിയെങ്കിലും കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മൃഗങ്ങളെ ആക്രമിച്ചതായും കണ്ടെത്തിയിട്ടില്ല. കാൽപ്പാടുകൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും കാൽപ്പാടുകളും വിശദമായി പരിശോധിച്ച് കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിജാസ് ഉതുക്കുംപുറത്ത് ആവശ്യപ്പെട്ടു. ജനങ്ങളാകെ ഒരു ഭീകരതപ്പെട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ഈ കടുവയെ കണ്ടു എന്നുള്ള അറിയിപ്പ് കിട്ടിയ ഉടനെ തന്നെ നാട്ടുകാരെല്ലാവരും ഇവിടെ മുണ്ടക്കുന്ന് പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ കാപ്പുറം പ്രദേശത്തു നിന്നൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമീപ മാസങ്ങളിലൊക്കെ ഒട്ടിയാറ, അതുപോലെ തോടുകാട്, കേസുപറമ്പ്, ചൂരോട് ഭാഗത്തു നിന്നൊക്കെ പല ആളുകളും ഇത് കണ്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അത് കൃത്യമായി വിശ്വസിച്ചിരുന്നില്ല. കാരണം നമ്മുടെ പ്രദേശത്തൊന്നും അത് എത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിച്ചത്. നമ്മളൊരു CCTV ദൃശ്യം കണ്ടിരുന്നു. നമ്മുടെ ചക്കന്തുടി സക്കീർ ഖാൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു CCTV ദൃശ്യം കൃത്യമായി അത് അത്രയ്ക്കും വലിപ്പമുള്ളൊരു തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് നോക്കിക്കാണുമ്പോൾ അത് കൃത്യമായിട്ടത് കടുവ എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് നാട്ടുകാർക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരോട് നമുക്ക് പറയാനുള്ളത്, ഇവിടെയൊക്കെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കൃത്യമായി അത് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ CCTV ദൃശ്യമൊക്കെ ഇന്നലെ വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരുവാവുന്ന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഇന്നലെ രാത്രി വന്ന് പരിശോധന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് കടുവയാണോ അല്ലെങ്കിൽ അത് പുലിയാണോ എന്നുള്ളത് കൺഫേം ആക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തി ഇത് കടുവയാണോ പുലിയാണോ എന്നുള്ളത് തീരുമാനം ആക്കണം. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പെട്രോളിംഗ്, ഇന്നലെ പെട്രോളിംഗ് ഉണ്ടായി എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കൂട് സ്ഥാപിക്കേണ്ട നടപടികളടക്കം ഇവിടെ തയ്യാറാക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ജനവാസ മേഖലയിലൂടെയാണ് കടുവ വന്നത്. നിരവധി ആളുകൾ പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. കൂടാതെ അതിരാവിലെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മദ്രസയിലേക്കും ഈ വഴി പോകാറുണ്ട്. ജനങ്ങളുടെ ഭീതിക്ക് പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്ന് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം സാനിർ മണലടി പറഞ്ഞു. ഇവരും കൂടി കണ്ടതോടുകൂടി അത് കടുവയാണെന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ധാരാളമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ മദ്രസയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ 6:30 സമയമാകുമ്പോൾ ഇവിടുന്ന് വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോകും. ആ സമയത്തൊക്കെ വലിയൊരു പ്രയാസം നേരിടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ഇത് കേട്ടത് ഉൾപ്പെടെ ഇപ്പോൾ ഈ എടത്തനാട്ടർ ഭാഗത്തേക്ക് പോകുന്ന പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് വീടുകളുണ്ട്. ഈ കാപ്പുറമ്പ് പ്രദേശത്ത് തന്നെ 600 സംതിങ് വീടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ, ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ളൊരു വന്യമൃഗ ശല്യം, ഇതിനു മുമ്പ് ആന, അതുപോലെ പന്നി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യമായിരുന്നു രൂക്ഷമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കടുവയും കൂടി വന്നു എന്നുള്ളൊരു ഭീതി വന്നപ്പോൾ ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണ്. ചുരിയോട് മലയിൽ നിന്നുമാവാം കടുവ എത്തിയതെന്നാണ് നിഗമനം. റോഡ് മുറിച്ചു കടന്ന് തിരുവിഴാക്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് കടുവ പോയിട്ടുണ്ടാവുക എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുണ്ടക്കുന്ന് പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിരവധി ആളുകൾ കടുവയെ കണ്ടിട്ടുണ്ട്. വിഷയം അധികൃതരെ അറിയിച്ചാലും ഒരു നടപടിയും ഉണ്ടാവാറില്ലെന്ന് പ്രദേശവാസിയായ ലുക്മാൻ പെട്ടമണ്ണിൽ പറഞ്ഞു. അലനല്ലൂർ ഹോട്ടൽ നടത്തുന്ന ഒരാളാണ് ഞാൻ. ഇവിടുന്ന് വെളുപ്പിന് 4:40 ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങൽ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മുണ്ടക്കുന്നമൊക്കെ എത്തുന്ന സമയത്ത് ഒരു ദിവസം മുണ്ടക്കുന്നത്തെ ഈ മെമ്പർ കുറച്ചപ്പുറത്തായിട്ടാണ്. അപ്പോൾ പിന്നെ മതിൽ ചാടിങ്ങാണ്ട് തെങ്ങുവളപ്പൊക്കെ എടുത്ത് ഒരു സാധനം ചാടുന്നത് കണ്ടു. കൃത്യമായിട്ട് എന്താണെന്ന് ദൂരനായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ നല്ലോണം ശ്രദ്ധിച്ച പോലെ പിന്നെ ഇപ്പോൾ ആഴ്ചയിൽ ഇത് പലരും വെട്ടരും അവരൊക്കെ കണ്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ സാലിമൂല്യരടക്കം
CC ക്യാമറയിൽ കണ്ടുകൊണ്ട് നാട്ടുകാർ വിശ്വസിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്. പിന്നെ മെമ്പർമാർ പറഞ്ഞ പോലെ തന്നെ നല്ലോണം ഇതിന് വേണ്ടി ഒരു ജാഗ്രത പുലർത്തിക്കാണ്ട് ഈ നാടിന് എന്തെങ്കിലും ഒരു രക്ഷ, ഒരു കൂട് നിയമിച്ചു കണ്ട് അതിനെ പിടിച്ചു കൊണ്ടുപോകാൻ വനപാലകർ ശ്രമിക്കുമെന്ന് കരുതുക. നേരമിരുട്ടിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയ 6 പേർ അറസ്റ്റിൽ. അകലൂർ നാഗരിപുരം സ്വദേശികളാണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പത്തിരിപ്പാല സെന്ററിൽ വെച്ചാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ വർഷം നടന്ന മണ്ണൂർ വേല സംബന്ധിച്ചുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് FIR. ആക്രമണത്തിൽ 6 യുവാക്കൾക്ക് പരിക്കേറ്റു. കേസിൽ അകലൂർ പള്ളത്തൊടി വീട്ടിൽ രതീഷ് എന്ന പ്രഭു, PM ഷാജു, ലക്കിടിപ്പെരൂർ നമ്പടിക്കുന്നത്ത് വീട്ടിൽ സതീഷ്, അകലൂർ പൂത്തിരി വീട്ടിൽ ഷിബു, മണ്ണൂർ നാഗരിപ്പുറം ചെറുകര വീട്ടിൽ പ്രബിൻ, പുഞ്ചിരി വീട്ടിൽ നിശാന്ത് എന്നിവരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയാൻ മലയിൽ പ്രവർത്തനം ആരംഭിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാക്കുന്നു. ക്വാറിക്കെതിരെ ജനുവരി 6-ന് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ ജനകീയ സമിതി തീരുമാനം. ഒറ്റപ്പാലം നഗരസഭയിലെ ഇത്തിയാൻമല പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ക്വാറിക്കെതിരെ നിയമപരമായും അല്ലാതെയുമുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിനായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ, പരിസരവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായ ക്വാറിയുടെ പ്രവർത്തനം എന്തു വില കൊടുത്തും തടയുമെന്ന് യോഗം തീരുമാനിച്ചു. സമരസമിതി ഭാരവാഹികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ചെയർമാൻ, കൺവീനർ, ട്രഷറർ എന്നിവർക്ക് പുറമെ 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യഘട്ട പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനുവരി 6-ന് ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പനമണ്ണ സൗത്ത് പൊതുജന വായനശാല സെന്ററിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും മാർച്ചിൽ അണിനിരത്താനാണ് സമിതി ലക്ഷ്യമിടുന്നത്. ക്വാറിയുടെ പ്രവർത്തനം മൂലം വരാനിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും കുടിവെള്ള ലഭ്യതയിലുണ്ടാകുന്ന കുറവും കണക്കിലെടുത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പുതുവത്സരത്തോടനുബന്ധിച്ച് നടത്തിയ റെയ്ഡിൽ അതിഥി തൊഴിലാളിയിൽ നിന്നും 1.094 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ബീഹാർ ചമ്പാരൻ ജ്വാലാവോൺ സ്വദേശി അജിത് കുശാവഹയെ അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് പാർട്ടി പുതുവത്സരത്തോടനുബന്ധിച്ച് നഗരത്തിൽ നടത്തിയ പരിശോധനയിലാണ് 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ബീഹാർ സ്വദേശി അജിത് കുശാവഹ എന്ന യുവാവിനെ പിടികൂടിയത്. പെരിന്തൽമണ്ണ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. യൂനസിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പുതുവത്സരാഘോഷത്തിന് വിതരണം നടത്താൻ ഉദ്ദേശിച്ച കച്ചവടത്തിന് വേണ്ടി ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷിബു D, പ്രിവന്റീവ് ഓഫീസർമാരായ S. സുനിൽകുമാർ, K. സായിറാം, B. ഷെരീഫ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K. ഷംസുദ്ദീൻ, P. അബ്ദുൽ ജലീൽ, E. ജിഷ്ണു, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഇന്ദുദാസ്, ലിൻസി വർഗീസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വിള്ളൽ രൂപപ്പെട്ട തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചു. കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായാണ് പാലം ജനുവരി 1-ന് രാത്രി മുതൽ പൂർണ്ണമായും അടച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി 1 മാസത്തേക്ക് ഗതാഗതം നിരോധിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. കൊപ്പം ഭാഗത്ത് നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം. തിരിച്ചും ഈ വഴികൾ ഉപയോഗിക്കണം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ സർക്കാർ അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ അലഞ്ഞുതിരിയുന്ന പശുക്കൾ വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ലക്കിടി മംഗലത്ത് പശുക്കളെ ഇടിച്ച് 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ 14-ാം മൈൽ മുതൽ ലക്കിടി കൂട്ടുപാത വരെയുള്ള ഭാഗത്താണ് പശുക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. 10ഓളം പശുക്കളാണ് ഈ മേഖലയിൽ റോഡിലൂടെ അലഞ്ഞുതിരിയുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 3 വാഹനങ്ങളാണ് പശുക്കൾ റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത്. പശുക്കളെ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിടുന്നതും വെട്ടിക്കുന്നതും മൂലം വാഹനങ്ങൾ മറിയുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും ഇവിടെ പതിവാകുകയാണ്.
രാത്രികാലങ്ങളിൽ റോഡിന് നടുവിൽ പശുക്കൾ കൂട്ടമായി നിൽക്കുന്നത് പലപ്പോഴും ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. സംസ്ഥാന പാതയിലെ തിരക്കേറിയ ഈ ഭാഗത്ത് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. റോഡിൽ പശുക്കളെ അഴിച്ചുവിടുന്ന ഉടമസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അലഞ്ഞുതിരിയുന്ന പശുക്കളെ റോഡിൽ നിന്നും മാറ്റാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ഈ ലക്കിടിപ്പേര് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ മംഗലം എന്ന ഈ പ്രദേശത്ത്, അതായത് ഇവിടെ ഹൈവേണ്, കുളപ്പള്ളി ഹൈവേണ്, പാലക്കാട് കുളപ്പള്ളി. അപ്പോൾ ആളുകൾ അലക്ഷ്യമായിട്ട് പശുക്കളെ അഴിച്ചുവിടുന്ന ഒരു സമ്പ്രദായം കാണാൻ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്തായിട്ട് വാഹനങ്ങൾ പോകുമ്പോൾ ഒരാൾ ബൈക്കിട്ട് വീഴലും അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ ഈ പശുക്കൾ അലക്ഷ്യമായിട്ട് ഇവർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് നടപടി ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പശുക്കളുടെ ഉടമസ്ഥരെ ബോധവൽക്കരണം കൊണ്ട് അവർ മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ ഓരോ സ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി ആയിക്കൊണ്ട് ഞാനിവിടെ പൈക്കള്ളി കൊണ്ടാണ് ആരും കെട്ടുന്നില്ല. അത് ആലത്തൊഴുത്തില്ല പഞ്ചായത്തിൽ. ആലത്തൊഴുത്ത് ഉണ്ടായിരുന്ന മുമ്പേ ഇപ്പോൾ ആലത്തൊഴുത്തൊന്നും കാണാനില്ല. അപ്പോൾ അതിനൊരു സൗകര്യം ഉണ്ടായിക്കാതെ പിടിച്ച് അവിടെ കൊണ്ട് കെട്ടാം. അത് കണ്ടങ്ങളിലൊക്കെ ഇവരെ കൊണ്ട് കൃഷി നാശം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആളപായം തുടങ്ങിയിട്ടുള്ളത്. അതാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ആളെ നേരത്തെ പായിക്കള്ളവരെ അങ്ങനെ ആട്ടിക്കൊള്ളുന്നത് ഇതൊക്കെ തന്നെ ഇവിടെയുള്ള കംപ്ലൈൻറ്റ്. 2024 ഒക്ടോബർ 15 അർദ്ധരാത്രി വാഹനം ഇടിച്ച് 4 പശുക്കൾ ചത്ത സംഭവം വരെ പാതയിലുണ്ടായിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടികൾ ചിലവഴിച്ച് നവീകരിച്ച കാഞ്ഞിരപ്പുഴ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചു. കാഞ്ഞിരം ജംഗ്ഷനിലാണ് നടപ്പാതയോട് ചേർന്ന് അപകടകരമായ വിധത്തിൽ റോഡിൽ കുഴിയെടുത്തിരിക്കുന്നത്. കുഴിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ. ഇതുമാതിരി കുഴിച്ചിട്ടേ ഒരു കുട്ടിയും അമ്മയും കൂടി നടന്നു പോവാണ്. കുട്ടി ഇങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ കുട്ടിയുടെ കാല് വഴിച്ചിട്ട് അതിനകത്തേക്ക് വീഴാൻ പോകുമ്പോൾ ഞാനാ പിടിച്ച് കയറ്റി. ഇതുമാതിരി കുഴിച്ചിട്ട് എത്ര കാലം വെച്ചിട്ട് അതിങ്ങനെ ചെയ്തിട്ട് നല്ല റോഡ് കുത്തിപ്പൊളിക്കാനും ഒരു പണി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതേപോലെ ഒരു ബലം കിട്ടണ്ടേ. 2ാം പ്രാവശ്യം പണിയെടുത്ത ഏറെക്കാലത്തെ കാത്തിരിപ്പിനും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് നവീകരിച്ചത്. ചിറക്കൽപ്പടി മുതൽ കാഞ്ഞിരപ്പുഴ വരെ സുഗമായി യാത്ര ചെയ്യാൻ അടുത്ത കാലത്താണ് അവസരമൊരുങ്ങിയത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ കഴിയും മുൻപാണ് വാട്ടർ അതോറിറ്റി കാഞ്ഞിര സെന്ററിൽ വലിയ കുഴിയെടുത്തത്. കുടിവെള്ള പദ്ധതിയുടെ ചേംബർ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ വഴിയാത്രക്കാർ വീഴുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം പോകുകയായിരുന്ന കുട്ടി കുഴിയിൽ വീണു. ഓട്ടോ ഡ്രൈവർമാരാണ് കുട്ടിയെ രക്ഷിച്ചത്. ഒരു പട്ടി പെട്ടതിനകത്ത് ഒരു മാന്തി പൊളിച്ചു പോയിട്ട്, അതേപോലെ മിഞ്ഞാന്നൊരു കുട്ടി പെട്ടു. നടന്നു പോണ സമയത്ത് ഒരു കുട്ടി പെട്ടു. ആ കാല് മുഴുവൻ ഇളകി കിടക്കുക. അപ്പൊ മിനിഞ്ഞാന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരാണ് ആ പട്ടീനെ വലിച്ചു കയറ്റിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് ഈ കോലത്തിലിട്ട് ഇനി പട്ടി മാത്രമല്ല വയസ്സായ ഇഷ്ടം പോലെ ആൾക്കാർ നടന്നു പോണതാ. അതിനകത്ത് പെട്ടില്ലേ, അതിനകത്ത് വെള്ളം കിടക്കുകയാണ്. അപ്പൊ രാത്രി യഥാസംഗതി ആയിട്ടാണ് പെട്ടെങ്കിൽ ആ വെള്ളം മതി ഒരാൾ മരിക്കാൻ. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗത്തിൽ തൂർത്ത് ബാക്കി പഴയതുപോലെ ക്ലിയർ ആക്കി തരിക, അത് മാത്രം ചെയ്താൽ മതി. വർഷങ്ങളോളം റോഡ് പണി മുടങ്ങിക്കിടന്നപ്പോഴൊന്നും ഇവിടെ ചേംബർ സ്ഥാപിക്കണമെന്ന് വാട്ടർ അതോറിറ്റിക്ക് തോന്നിയില്ല. ടാറിംഗ് പൂർത്തിയാക്കി ഇന്റർലോക്ക് കട്ടവിരിച്ച് എല്ലാ പണികളും പൂർത്തിയായതിനു പിന്നാലെയാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. വലിയ കിടങ്ങ് പോലെയുള്ള കുഴിയിൽ മദ്യക്കുപ്പികളും മറ്റും നിക്ഷേപിക്കുകയാണ്. ഓട്ടോ തൊഴിലാളികൾക്കും കുഴി പ്രയാസമാണ്. അടിയന്തരമായി കുഴി അടച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 15 ദിവസമായി ഇത് വന്നിട്ട് അവർ കുത്തിപ്പൊളിച്ച് രാവിലെ മുതൽ ഉച്ച വരെ വൈകുന്നേരം വരെ കിടന്ന് കുത്തിപ്പൊളിച്ചിട്ടേക്ക് അവർ പോയതാണ്. ഇത് ഓട്ടോറിക്ഷക്കാർക്കും ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. നടപ്പുകയാണ് തൊട്ടപ്പുറത്ത് കുട്ടികൾ കൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന വഴിയായത്. ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവരോട് വന്ന് നേരെ ആക്കി തരാൻ പറയുക, ഇത് ഒന്നില്ല മൂടാൻ പറയുക. അതല്ലെങ്കിൽ അത് ചെയ്യാൻ പണിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പണി ചെയ്യാൻ പറയുക. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമായ വികസനക്ഷേമ പഠന പരിപാടിയുടെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം കലാസാഗർ പുരസ്കാര ജേതാവായ മദ്ദള കലാകാരൻ കലാനിലയം ആനമങ്ങാട് രാമനുണ്ണി മൂസദ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങളുടെയും പോരായ്മകളുടെയും വിവരശേഖരണവും വിഷൻ 2030ലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാനുമാണ് സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളും പോരായ്മകളും വിവരശേഖരണം നടത്തുന്നതിനും
വിഷൻ 2030 കേരളത്തിൻ്റെ വികസന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കുന്നതിനുമാണ് സിറ്റിസൺ റെസ്പോൺസ് വികസനക്ഷേമ പഠന പരിപാടി നടത്തുന്നത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. പരിപാടിയുടെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലതല ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പിൻ്റെയും ഫോക്ലോർ അക്കാദമിയുടെയും ഉൾപ്പെടെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കലാനിലയം ആനമങ്ങാട് രാമനുണ്ണി മൂസദ് ഉദ്ഘാടനം ചെയ്തു. മദ്ദളക്കേളി അവതരിപ്പിച്ചാണ് രാമനുണ്ണി മൂസദിൻ്റെ ആനമങ്ങാട്ടെ വസതിയിൽ ഉദ്ഘാടനം നടന്നത്. പരിപാടിയുമായി ബന്ധപ്പെട്ട് കർമ്മസേനാ അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കർമ്മസേനാ അംഗം സനീഷ് KC രാമനുണ്ണി മൂസദിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരശേഖരണം നടത്തി. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അച്ഛന് കലാകാര പെൻഷനാണ്, സാംസ്കാരിക വകുപ്പിന് അത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റ് കയറിയതിൻ്റെ ദിവസം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ വർധനയിൽ വന്നിട്ടില്ല. ദൂരം കാര്യങ്ങളൊക്കെ നന്നായി തോന്നുന്നുണ്ട്. ചടങ്ങിൽ മണ്ഡലത്തിന്റെ ചുമതലയുള്ള ഓഫീസർ TK ഷമീർ ബാബു അധ്യക്ഷത വഹിച്ചു. റിസോഴ്സ് പേഴ്സൺ M ഗോപാലൻ പരിപാടി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K യൂസഫ്, PV ശാലിനി എന്നിവരും EV ശങ്കരനാരായണൻ, CP വിജയകുമാർ, NP മുരളി, EV രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു. പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. ആയുർവേദ ആരോഗ്യരംഗം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. നജീബ് കാന്തപുരം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പമ്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ 15ാം സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ കുഞ്ഞൻ നഗറിലാണ് നടന്നത്. നജീബ് കാന്തപുരം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓരോ ഭൂപ്രദേശത്തിന്, ഓരോ നാടിന്, ഓരോ പ്രത്യേക കാലാവസ്ഥയ്ക്ക് എല്ലാം അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ നാടിൻ്റെ, നമ്മുടെ പ്രകൃതിയുടെ, നമ്മളുടെ ചെടികളുടെ, നമ്മുടെ ഔഷധങ്ങളുടെ എല്ലാം റിസർച്ചിലൂടെ വളരെ മനോഹരമായി ഒരു വലിയ ആയുർവേദത്തിൻ്റെ ആ പ്രാചീനമായ പാരമ്പര്യത്തെ നിലനിർത്തി പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന അഭിമാനത്തോടെ പറയാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യരംഗം സർവ്വവിധത്തിലും കച്ചവട താൽപ്പര്യങ്ങൾക്ക് വിധേയമാവുകയും സാധാരണക്കാരൻ്റെ ജീവിതം ആശങ്കയിലാവുകയും ചെയ്യുമ്പോൾ നമ്മുടെ തനതായ ആരോഗ്യശീലങ്ങൾ തിരിച്ചുവരുത്തണമെന്ന് നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. 2025 പമ്പ ധന്വന്തരി അവാർഡ് കോട്ടയ്ക്കൽ ആയുർവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർക്ക് നജീബ് കാന്തപുരം MLA സമർപ്പിച്ചു. ഡോക്ടർ സീതാലക്ഷ്മി മെമ്മോറിയൽ ബിഷക് രത്ന അവാർഡിന് ഗോപാലകൃഷ്ണൻ കോട്ടയം തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്തിപത്രവും ശിലാഫലകവും 10,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. 2025 പമ്പ ബെസ്റ്റ് ഫിസിഷ്യൻ അവാർഡ് ഡോക്ടർ അമീർ ആയുർലോകം അരീക്കാടും, ബെസ്റ്റ് ഹോസ്പിറ്റൽ അവാർഡ് ഡോക്ടർ KT വിനോദ് ബാബു കൽപ്പറ്റയും, പമ്പ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഡോക്ടർ സതീഷ് വല്ലഭാശ്ശേരിയും ഏറ്റുവാങ്ങി. പമ്പയുടെ പുതിയ ഭാരവാഹികളായി ഡോക്ടർ ശ്രീനിവാസൻ പ്രസിഡന്റ്, ഡോക്ടർ PP ഭാസ്കരൻ സെക്രട്ടറി, ഡോക്ടർ VV ഗോപാലകൃഷ്ണൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ആയുർവേദ ആരോഗ്യരംഗം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മേളനം ചർച്ച ചെയ്തു. സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ P കൃഷ്ണദാസ്, ഡോക്ടർമാരായ വിവേകാനന്ദൻ അണ്ണാമല, K നാരായണൻ കൈമൾ, രജിത് NR, രമാദേവി കോട്ടയം, NS രാജേഷ്, ശ്രീകല തൃശൂർ, PS നാരായണൻകുട്ടി, P ബിന്ദു, വിനോദ് ബാബു, മുനിസിപ്പൽ കൗൺസിലർ V രാഹുൽ, വർണ്ണ പവിത്രൻ ഇരിങ്ങാലക്കുട, K നളിനി, ബിന്ദുകല എന്നിവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് തല സർക്കിൾ സഹകരണ വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. P അബ്ദുൾ ഹമീദ് MLA സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. സഹകരണ വാരാഘോഷത്തിന്റെ പെരിന്തൽമണ്ണ താലൂക്ക് തല ഉദ്ഘാടനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ P അബ്ദുൾ ഹമീദ് MLA നിർവഹിച്ചു. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം നിങ്ങളെല്ലാവരും നല്ല പൊതുപ്രവർത്തകരാണ് എന്നുള്ളതാണ്. ബാങ്ക് ജീവനക്കാരെന്നതിനപ്പുറത്ത് നമ്മളെല്ലാവരും ഈ മേഖലയിലേക്ക് മഹാഭൂരിപക്ഷം ആളുകളും കടന്നു വന്നതിന് പിറകിലും ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ കൂടി ഒരു പശ്ചാത്തലമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ്യത പുലർത്തുകയും നിലനിർത്തുകയും
ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു കാലമാണ്. ഇപ്പോൾ വലിയ മത്സരം, വലിയ കിടമത്സരം കോർപ്പറേറ്റുകൾ തമ്മിൽ നടക്കുന്ന ഒരു കാലമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൻ പുറത്തിലൊക്കെയുള്ള ചെറിയ ചെറിയ പണ്ടത്തെ വട്ടിപ്പലിശക്കാരൊക്കെ ബാങ്കായി രൂപം മാറിയ ഒരു കാലമാണ്. ഈ കാലത്ത് വലിയ തോതിലുള്ള കൊള്ളകൾ നടക്കുമ്പോൾ ആ കൊള്ളക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ്, മലപ്പുറം ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര, അസിസ്റ്റന്റ് രജിസ്ട്രാർ AP പ്രഭാഷ്, MM മുസ്തഫ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ മോഹനൻ പുളിക്കൽ, സൈദലവി മാസ്റ്റർ, P മുരളീധരൻ, സയ്യിദ് അബൂ തങ്ങൾ, ഹനീഫ പെരിഞ്ചേരി, PM യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബാങ്ക് ഓഡിറ്റർ T മുഹമ്മദ് ബഷീർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും പ്രവർത്തന മികവിന് അംഗീകാരം ലഭിച്ച സഹകരണ സ്ഥാപനങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. സഹകരണ വകുപ്പ് ജീവനക്കാർ, സംഘം ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ കലാപരിപാടികളും അവതരിപ്പിച്ചു. കുടുംബശ്രീ, ADS, സ്നേഹദീപം, വയോജന സംരക്ഷണ സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പുതിയ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കടമ്പഴിപ്പുറം 16-ാം വാർഡിലെ പകൽ വീട്ടിലാണ് സ്വീകരണം ഒരുക്കിയത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന, വൈസ് പ്രസിഡന്റ് C കൃഷ്ണൻകുട്ടി, വാർഡ് മെമ്പർ MK മധുസൂദനൻ എന്നിവർക്കാണ് പകൽ വീട്ടിൽ വെച്ച് സ്വീകരണം നൽകിയത്. വയോജന സമിതി പ്രസിഡന്റ് P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ യുവാക്കൾക്കും ഇവിടെ തൊഴിലവസരം ലഭിക്കുന്നില്ല എന്ന ബോധ്യം തരം യുവാക്കളിലുണ്ട്. അത് കാരണം ഈ സമ്പന്നമായ ഈ വിദ്യാർത്ഥി സമൂഹങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിൽ നിന്നും അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അവരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഉൽപാദന മേഖലയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉൽപാദന മേഖല നമുക്കാവശ്യമുള്ള പല ഉൽപ്പന്നങ്ങളും നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് ഉള്ളത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന മിക്ക സാധനങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ വന്ന സാധനങ്ങളാണ്. ബേക്കറി, പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ചിലപ്പോൾ നേന്ത്രപ്പഴം മാത്രം നമ്മുടെ നാട്ടിലുണ്ടായി. ജോയിന്റ് സെക്രട്ടറി നാരായണൻ മുസാദ് അധ്യക്ഷനായി. KH സൗഭാഗ്യവതി, സമിതി സെക്രട്ടറി AP രാജൻ, കടമ്പഴിപ്പുറം സാംസ്കാരിക സമിതി സെക്രട്ടറി NK സതീഷ്, പ്രസിഡന്റ് വിമൽ ഗോപുരം, മുൻ വാർഡ് മെമ്പർ സുനിത ഉദയൻ, ആരോഗ്യ ശുചിത്വ സമിതി അംഗം ദിവ്യ P, കുടുംബശ്രീ അംഗം രേഖ, ADS അംഗം ജാനകി എന്നിവർ സംസാരിച്ചു. ധനുമാസ രാവുകൾക്ക് കുളിരേകി തിരുവാതിരയെ വരവേറ്റ മലയാളികൾ. ഗ്രാമങ്ങളിലും പഴയ തറവാടുകളിലുമെല്ലാം തിരുവാതിര ഇപ്പോഴും മുറ തെറ്റാതെ ആഘോഷിച്ചു വരുന്നു. ഓണവും വിഷുവും കഴിഞ്ഞാൽ മലയാളികളിൽ ഗൃഹാതുരത ഉണർത്തുന്ന ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരാഘോഷം സ്ത്രീകൾക്കാണ് ഏറെ പ്രധാനം. പരമശിവനും ശ്രീ പാർവതിയും തമ്മിലുള്ള വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും പരമശിവന്റെ പിറന്നാൾ ദിവസമാണ് തിരുവാതിര എന്നും വിശ്വാസമുണ്ട്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കാനും തിരുവാതിര വ്രതം നോൽക്കുന്നു. സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, തിരുവാതിരക്കളി, ഉറക്കമൊഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ചോഴിവരവ് എന്നിവയെല്ലാം തിരുവാതിരാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ്. ശിവനെ ഭർത്താവായി കിട്ടിയ ആനന്ദത്തിൽ പാർവതി ദേവി പൊയ്കയിൽ പോയി തുടിച്ചുകുളിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണത്രേ തുടിച്ചുകുളി എന്നും പറയുന്നു. പഴയ പോലുള്ള ആചാരങ്ങൾ ഇന്നില്ലെങ്കിലും വള്ളുവനാടൻ ഗ്രാമങ്ങളിലും തറവാടുകളിലുമെല്ലാം മുറ തെറ്റാതെ തന്നെ തിരുവാതിര ആഘോഷിച്ചു പോരുന്നുണ്ട്. വ്രതമെടുക്കുന്ന സ്ത്രീകൾ തിരുവാതിര നാൾ തീരുന്ന സമയം വരെ ഉറക്കമൊഴിഞ്ഞ് പിന്നീട് അരിയാഹാരം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു. കുവപ്പായസം, പുഴുക്ക് എന്നിവ തിരുവാതിര ദിനത്തിൽ വീട്ടിലുണ്ടാക്കുന്നു. ശിവപാർവതി ക്ഷേത്രങ്ങളിലും തിരുവാതിരാഘോഷം വിപുലമായി കൊണ്ടാടി വരുന്നു. പഴമയുടെ മാധുര്യം നിറയ്ക്കുന്ന മലയാളികളുടെ ആഘോഷങ്ങളിൽ തിരുവാതിരയ്ക്കും അതിപ്രാധാന്യമാണുള്ളത്.
ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തിരുവാതിര ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ് ചന്ത ആരംഭിച്ചത്. പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻ വിഭവങ്ങളുമായാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS തിരുവാതിര ചന്ത ആരംഭിച്ചത്. പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗ്രാമീണ സംസ്കൃതിയുടെ അടയാളമായിട്ട് നിലനിന്ന് പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് തിരുവാതിര. ഒരുപക്ഷെ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് തിരുവാതിര ആഘോഷത്തിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യം ഇന്ന് ഒരു പുതിയ കാലഘട്ടത്തിലുണ്ടോ എന്നതൊക്കെ ആഴത്തിൽ പരിശോധിച്ചാൽ ചില കുറവുകൾ അല്ലെങ്കിൽ ചില തിരിച്ചുപോക്കുകളൊക്കെ പുറകോട്ട് പോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ മനസ്സിലെന്നും സ്മരണ ഉയർത്തുന്ന ഏറ്റവും നല്ല രീതിയിൽ സ്നേഹവും സൗഹാർദ്ദവുമെല്ലാം പരത്തിയെടുക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലെ വ്രതശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വലിയ ആഘോഷമാണ് തിരുവാതിര. പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലെ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ടാണ് തിരുവാതിര നോൻപും അതുപോലെ തന്നെ ആഘോഷം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനം ഒരു വലിയ ദൗത്യമെന്ന രീതിയിലാണ് ജില്ലയിലെമ്പാടും എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇതുപോലെ തിരുവാതിര ചന്തകൾ സംഘടിപ്പിക്കുന്നത്. വാർഡ് മെമ്പർ N. വിദ്യാലക്ഷ്മി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അരുണ ആദ്യ വിൽപ്പന നടത്തി. ശ്രീകൃഷ്ണപുരത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ C. ഗോപാലകൃഷ്ണൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. CDS ചെയർപേഴ്സൺ സൗമ്യ, CDS അംഗം സൂര്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ക്യൂസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 32 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു. വിദ്യാർത്ഥികളിൽ വിജ്ഞാനവും ഭൗതിക കഴിവുകളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരതീയ വിദ്യാഭവൻ ഒറ്റപ്പാലം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. വിജ്ഞാന മത്സരത്തിന് ഈ വർഷം മുതലാണ് തുടക്കം കുറിച്ചത്. VK ശ്രീകണ്ഠൻ MP മത്സരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ CBSE സിലബസിലൂടെ പഠിക്കുക. അവർ ഈ വിദ്യാലയത്തിൻ്റെ മാത്രമല്ല മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതോടൊപ്പം വളരണം എന്ന് ആഗ്രഹിച്ചു. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ ആനുവൽ ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് ജയദേവൻ പറഞ്ഞു, ഇത് ഒരു വർഷത്തെ പദ്ധതിയല്ല, ഇനി തുടർന്ന് അങ്ങോട്ടും എല്ലാ വർഷവും ഈ ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു പറഞ്ഞു. അതിനെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത് കൊണ്ടാണ് കണ്ണൂർ തൊട്ട് തൃശ്ശൂർ വരെ, തൃശ്ശൂർ എറണാകുളം വരെയുള്ള വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കരും മിടുക്കത്തികളുമായിട്ടുള്ള കുട്ടികൾക്ക് ഈ കോമ്പറ്റീഷനിലൂടെ എത്താൻ കഴിയും. വിവിധ ജില്ലകളിൽ നിന്നുള്ള 32 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരച്ചു. വാശിയേറിയ മത്സരത്തിൽ വളാഞ്ചേരി ഭാരതീയ വിദ്യാഭവൻ 1ാം സ്ഥാനം നേടി. ഗിരിനഗർ ഭവൻസ് വിദ്യാമന്ദിർ ഫസ്റ്റ് റണ്ണറപ്പും ഇരൂർ ഭവൻസ് വിദ്യാമന്ദിർ സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി. 1ാം സ്ഥാനക്കാർക്ക് കുലപതി ഡോക്ടർ KM മുൻഷി സ്മാരക റോളിംഗ് ട്രോഫിയും 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും നൽകി. 1ാം റണ്ണറപ്പ് ടീമിന് 15,000 രൂപയും 2ാം റണ്ണറപ്പ് ടീമിന് 10,000 രൂപയും ക്യാഷ് പ്രൈസായി നൽകി. കൂടാതെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിച്ച പുസ്തകവും നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ KS മേനോൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ E പ്രഭുരാജ്, അസോസിയേറ്റ് സെക്രട്ടറി KP രാംകുമാർ, റിട്ടയർഡ് കേണൽ ഗംഗാധരൻ, വൈസ് ചെയർമാൻ ശിവദാസ്, എക്സിക്യൂട്ടീവ് മെമ്പർ PM കൃഷ്ണദാസ്,
പ്രിൻസിപ്പൽ വൈ ജയന്തിമാല, ഭാരതീയ വിദ്യാഭവൻ ലൈഫ് മെമ്പർ രാമചന്ദ്രൻ, PT പ്രസിഡന്റ് K മണികണ്ഠൻ, കൗൺസിലർമാരായ NK ജയരാജൻ, മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവരും സന്നിഹിതരായി. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര തിരുവാതിര ആഘോഷങ്ങൾ നടത്തി. കരിങ്കുളത്ത് വീട്ടിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. തിരുവാതിരയുടെ മാഹാത്മ്യത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങളും ചടങ്ങുകളും അത്തിപ്പറ്റ രവീന്ദ്രൻ വിശദീകരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവാതിരക്കളി, സൂചിനൂൽ കോർക്കൽ, സ്പൂൺ നാരങ്ങ, ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് K രാമൻ നമ്പൂതിരി, സെക്രട്ടറി PV ശശിധരൻ, T വാസുദേവൻ, M ശാമി, വനിതാവേദി കൺവീനർ P കോമളവല്ലി, P ഗോപാലകൃഷ്ണൻ, രമേഷ് കുമാർ K തുടങ്ങിയവർ നേതൃത്വം നൽകി. അപൂർവം ചിലയിടങ്ങളിലൊക്കെ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചരിത്രപരമായ ചില പ്രത്യേകത കാരണം നമ്മളെല്ലാം ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ മതവിശ്വാസികളോ മതത്തിൻ്റെ അതിർത്തികളിലോ തളയ്ക്കപ്പെട്ടു നിൽക്കുന്നവരാണ്. അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മതത്തിനെ തന്നെ അങ്ങോട്ട് ഒന്ന് കീറിപ്പോയാൽ അതിൽ ജാതിപരമായ വേർതിരിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ജാതിപരമായ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് അവരെയെല്ലാം വേറിട്ട് കാണുന്ന രീതി വേറിട്ട കള്ളികളിലാക്കി അവരെയെല്ലാം സംഘടിക്കുന്ന രീതിയും പുതിയ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. തൂത Z1 ടെക്സ്റ്റൈൽസിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ബമ്പർ സമ്മാന വിജയികളെ തിരഞ്ഞെടുത്തു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളും പർദ്ദ കളക്ഷനും ഫുട്വെയറും സ്പോർട്സ് ജെൻസ് വെയറും ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് Z1-ൽ ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ട്രെൻഡുകൾ പരിചയപ്പെടുത്തിയ തൂതയിലെ Z1-ന്റെ പ്രവർത്തനം 5ാം വർഷത്തിലേക്ക് കടന്നു. 5ാം വാർഷികത്തോടനുബന്ധിച്ച് Z1-ൽ ആകർഷകമായ സമ്മാന സ്കീം ഒരുക്കിയിരുന്നു. ബമ്പർ സമ്മാന വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ഫൈഹ ഉമ്മറാണ്. നടക്കാവിൽ താഴെക്കോട്. നമ്മുടെ നറുക്കെടുപ്പ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നാട്ടിൻപുറത്ത് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ്. ഓരോ അങ്ങാടിയും ശക്തിപ്പെടേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ്. കാരണം തൂത പോലെയുള്ള അങ്ങാടികൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് നമ്മുടെ വ്യാപാരികൾക്കെല്ലാം ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറേണ്ടത് നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിനും Z1-നും അതുപോലെ തന്നെ നമ്മുടെ തൂതയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വൈബ്രന്റ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ബമ്പർ സമ്മാനമായ സ്കൂട്ടർ താഴേക്കോട് ഫൈഹ ഉമ്മറിന് ലഭിച്ചു. 2ാം സമ്മാനമായ 5000 രൂപയുടെ പർച്ചേസ് തൂത സ്വദേശികളായ വിഷ്ണു, ഷക്കീന എന്നിവർ സ്വന്തമാക്കി. 3ാം സമ്മാനമായ 3000 രൂപയുടെ പർച്ചേസ് ഉദയകുമാർ ആലിപ്പറമ്പിനാണ് ലഭിച്ചത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മെക്കോട്ടിൽ, ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജംഷിയ KT, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം സാജിദ ടീച്ചർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം T സഫാന, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാഹിദ തച്ചൻകൊട്ടിൽ, ഹസീന KP, അയ്യൂബ് EP, ഫൈസൽ CK, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൂത യൂണിറ്റ് പ്രസിഡന്റ് അൻവർ കാരയിൽ തുടങ്ങിയവരും Z1 മാനേജിംഗ് പാർട്ണർമാരായ അഷ്റഫ് തൂളിയത്ത്, യൂസഫ് തൂളിയത്ത് എന്നിവരും പങ്കെടുത്തു. എന്തൊക്കെ വേണോ അതെല്ലാം ഉള്ള വളരെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഉള്ള ഒരു ടെക്സ്റ്റൈൽസാണ് Z1. അതുപോലെ
Z1-ൻ്റെ ജെൻസ് സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് Z1 ഇവിടെ വന്നാൽ എല്ലാ തരത്തിലുമുള്ള പർച്ചേസിങ് നടത്തി പോവാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പത്തനംതിട്ടയിൽ നടന്ന 51ാമത് വോൾക്കാനോ ക്ലാസിക് പ്രോ മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ TP അഗേഷ്, P ഷാനിദ്, K ഷാഹിദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. Z1-ലെ ജീവനക്കാരെയും ഉപഹാരം നൽകി ആദരിച്ചു. മീഡിയ 1 14ാം രാവ് സീസൺ 6 വിന്നർ സിത്താര ഇരിങ്ങാട്ടിരി, മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവം, UP മാപ്പിളപ്പാട്ട് മത്സര വിജയി സാദിൻ മലപ്പുറം എന്നിവർ നയിച്ച മ്യൂസിക് ബാൻഡ് മരങ്ങേറി. തൂതയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് കാലത്തിന്റെ അനുയോജ്യമായ ന്യൂജൻ ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ലോകമാണ് Z1. ചപ്പൽസിന്റെ വിപുലമായ ശേഖരവുമായി ഫിറ്റ് ഫീറ്റ്, ഫുട്വെയർ, ഫാൻസി ഗിഫ്റ്റ് ടോയ്സ് ഐറ്റംസുമായി നൈസ് ഫാൻസി വിയർ, പുരുഷ വസ്ത്രങ്ങളും സ്പോർട്സ് സാമഗ്രികളും ലഭ്യമാകുന്ന ജെൻസ് ആൻഡ് സ്പോർട്സ് കളക്ഷനും തൂത ബിസ്മി ടവറിൽ പ്രവർത്തിക്കുന്ന Z1-ൽ ഒരുക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി സൂപ്പർ മാർക്കറ്റിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. പതിവിന് വിപരീതമായി ഇത്തവണ 50 ഭാഗ്യശാലികൾക്കാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിച്ചത്. ഒക്ടോബർ മുതൽ നീതി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കൾക്കാണ് സമ്മാന കൂപ്പൺ നൽകിയിരുന്നത്. നീതി സൂപ്പർ മാർക്കറ്റ് നാട്ടുചന്താങ്കണത്തിൽ നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നിർവഹിച്ചു. ഒന്നാം സമ്മാനമായ റെഫ്രിജറേറ്റർ ആര്യമ്പാവ് സ്വദേശിനി നഫ്ലയ്ക്ക് ലഭിച്ചു. നീതി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ടൊരു കൂപ്പൺ, സമ്മാന കൂപ്പൺ ഇട്ടില്ലേ, അതിന് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജാണ് കേട്ടോ, റെഫ്രിജറേറ്റർ. അതെ. അപ്പോൾ ഇപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എവിടെ നിങ്ങളുടെ വീട് എവിടെയാണ്? അഡ്രസ്സ് എഴുതിയിട്ടില്ല, ആര്യമ്പാവാണ് അല്ലേ? 6605 കൂപ്പൺ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് പോവാം. ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുപോകാം, എപ്പോഴാച്ചാലും സൗകര്യത്തിന് ഒന്ന് വാങ്ങിക്കാം കേട്ടോ. ഫസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ന്യൂ ഇയറിലൊരു നല്ല വാർത്തയല്ലേ? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ശരി. രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ നടമാളിക T വിജിതയ്ക്കും മൂന്നാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ പ്രദീപിനും ലഭിച്ചു. കൂടാതെ 47 ഭാഗ്യശാലികൾക്കാണ് പ്രോത്സാഹന സമ്മാനം ലഭിച്ചത്. 2 വർഷം പൂർത്തിയാവുന്ന നീതി സൂപ്പർ മാർക്കറ്റിലെ ഇടപാടുകാർക്ക് സന്തോഷം നൽകുന്ന തരത്തിലാണ് കൂടുതൽ സമ്മാനം നൽകുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ M പുരുഷോത്തമൻ പറഞ്ഞു. മണ്ണാർക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്ഥാപനമായ നീതി സൂപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ആരംഭിച്ച ഒരു പ്രത്യേക സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഇന്നിവിടെ ഈ നവോത്സര ദിനത്തിൽ ഇവിടെ നടത്തിയത്.
50 ഭാഗ്യശാലികൾക്കാണ് ഇവിടെ വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകിയത്. അപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ 2 വർഷം പൂർത്തിയാവുന്ന ഈ സ്ഥാപനം ഇന്ന് മണ്ണാർക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി നറുക്കെടുപ്പിൻ്റെയും അതുതന്നെ പുതുവത്സരത്തിൻ്റെയും ഭാഗമായി ഞങ്ങളോട് സഹകരിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് പൊൻകതിർ ഗ്രൂപ്പ്, അവരുടെ ഫുഡ് സാമ്പിളിംഗ്, അവരുടെ നല്ല ഭക്ഷണം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്തു. അതുപോലെ തന്നെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്യാമറ ഐസ്ക്രീം ഇവിടെ വരുന്ന എല്ലാ ഇടപാടുകാർക്കും സൗജന്യമായി കൊടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഈ നവോത്സരം ഞങ്ങളുടെ ഇടപാടുകാരോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഈ നവോത്സരം ആഘോഷിച്ചത്. എല്ലാവർക്കും ബാങ്കിന് വേണ്ടിയും സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയും പ്രത്യേക ഹൃദയത്തിൻ്റെ ഭാഷയിൽ നവോത്സര ആശംസകൾ. മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ ആദ്യ വനിതാ സെക്രട്ടറി ആവാൻ കഴിഞ്ഞതിലെ അഭിമാനം ചെറുതല്ലെന്ന് പുതിയ സെക്രട്ടറി സുധ പറഞ്ഞു. പുതുവത്സര ദിനത്തിൽ എനിക്ക് റൂറൽ ബാങ്കിന്റെ സെക്രട്ടറിയായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ റൂറൽ ബാങ്കിലെ ആദ്യത്തെ ഒരു വനിതാ സെക്രട്ടറി എന്നുള്ള ഇതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും തെങ്കര പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും ഇപ്രാവശ്യം വനിതകൾക്ക് ഭയങ്കര പ്രാതിനിധ്യമുള്ള സമയമാണ്. അതിൽ ആ സമയത്ത് എനിക്ക് സെക്രട്ടറി ആയാലും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സഹായവും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ബാങ്കിനോടും എൻ്റെ ബോർഡിനും മുൻ സെക്രട്ടറിമാരും എല്ലാവരോടും പ്രത്യേകം നന്ദിയും കടപ്പാടും പറയും. ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർമാർ, സൂപ്പർ മാർക്കറ്റ് മാനേജർ വൈശാഖൻ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണം വിക്ടേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമ്മദ്, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം KP ബാപ്പുട്ടി എന്നിവർ പങ്കെടുത്തു. ഉമ്മർ അറക്കൽ ക്ലാസ് നയിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പുതുവർഷത്തിൽ നവവത്സരാശംസകൾ നേർന്നുകൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും മധുരം നൽകിയും ന്യൂ ഇയർ ഫ്രണ്ടിന് സമ്മാനങ്ങൾ നൽകിയും കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M അരുണ, സെക്രട്ടറി C രാമപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഘടകസ്ഥാപന മേധാവികൾ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് തെന്നാരി വാർഡ് കൗൺസിലർ AK രാധാകൃഷ്ണന്റെ കൗൺസിലർ ഓഫീസ് നഗരസഭാ ചെയർപേഴ്സൺ K സജ്ന ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ ബാലകൃഷ്ണൻ, കൗൺസിലർ ജലീൽ കൊളമ്പൻ, മുൻ കൗൺസിലർ കമലാക്ഷി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഷൊർണൂർ കാരക്കാട് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. സെക്രട്ടറി C ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം സെക്രട്ടറി പ്രഭാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മനോജ് ആര്യത്ത്, ബാലസമാജം സെക്രട്ടറി K അർജുൻ, മെമ്പർമാരായ നളിനി, ബാബുരാജ്, ഉജിത്, ആദിത്യൻ, അക്ഷയ്, വൈഗ, ആർദ്ര, പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും വിരമിക്കുന്ന ആര്യമ്പാവ് ആര്യനമ്പി ക്ഷേത്രത്തിലെ പൂജാരി മുരളി എമ്പ്രാന്തിരിക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ശശികാന്ത് ഉദ്ഘാടനം ചെയ്തു. ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KG ബാബു മാസ്റ്റർ, P ഹരിഗോവിന്ദൻ, C മണി, രവി നമ്പ്യാർ, ചിന്നൻ നായർ, സേതുമാധവൻ, മനോജ് തെക്കേതിൽ, സത്യഭാമ, രുക്മിണി, മോഹനൻ മാസ്റ്റർ, സുദർശനകുമാർ, P ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബശ്രീ ദേശീയ സരസ് മേള തൃത്താല ചാലിശ്ശേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും. രാജ്യത്തെ വിവിധ ഗ്രാമീണ വനിതാ സംരംഭകർ പങ്കെടുക്കുന്ന മേള ജനുവരി 11 വരെ. എടത്തനാട്ടുകര മുണ്ടക്കുന്നിൽ കാർ യാത്രക്കാർക്ക് മുന്നിലൂടെ പാഞ്ഞ കടുവ കാറിനു കുറുകെ ചാടുന്ന ദൃശ്യം CCTV-യിൽ. ചാടിയത് കടുവയെന്ന് സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ദൃശ്യവും കാൽപ്പാടുകളും പരിശോധിച്ച് കെണി സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറാവണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും. ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവം 6 പേർ അറസ്റ്റിൽ. അകലൂർ നാഗരിപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ ഇത്തിയാൻ മലയിൽ പ്രവർത്തനമാരംഭിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ജനകീയ സമിതി രൂപീകരിച്ചു. ജനുവരി 6-ന് ക്വാറിയിലേക്ക് ബഹുജന മാർച്ച് നടത്തും.
വിള്ളൽ രൂപപ്പെട്ട തിരുവേഗപ്പുറ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ. 1 മാസത്തേക്ക് നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോടികൾ ചിലവഴിച്ച് നവീകരിച്ച കാഞ്ഞിരപ്പുഴ റോഡ് വാട്ടർ അതോറിറ്റി പൊളിച്ചു. കാഞ്ഞിരം ജംഗ്ഷനിലാണ് റോഡ് അപകടകരമാം വിധം പൊളിച്ചത്. അടിയന്തരമായി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.